പാലക്കാട് മണ്ഡലത്തിലെ നിയുക്ത MLA രമേശ് പിഷാരടിയാണ് അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത്. ഗംഭീര വിജയമാണ്. പ്രതീക്ഷിച്ചിരുന്നതാണ് വിജയം? പ്രതീക്ഷിച്ചിരുന്നതാണ്. വിജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണമല്ലോ, അങ്ങനെ ഉണ്ടായി. ഈ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ഭൂരിപക്ഷമാണ്. 13,000-ലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ പാലക്കാടിലെ ജനങ്ങൾ മറ്റെല്ലാം തിരസ്കരിച്ചുകൊണ്ട് UDF-നോടൊപ്പം നിന്നവർ കൈ പിടിച്ചു എന്നുള്ളതാണ്. രമേശ് പിഷാരടിക്കൊപ്പം പാലക്കാടിലെ ജനങ്ങൾ അടിയുറച്ച് നിന്നു. അതെ, ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എന്നോട് പ്രചാരണ സമയത്തുമൊക്കെ ഭൂരിപക്ഷം എത്ര പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതുവരെ ഒരു ഉത്തരം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഭൂരിപക്ഷം എന്താണോ അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു വലിയ വിഭാഗംപ്പെട്ട ആളുകൾ, ചേട്ടാ ഒരു നിമിഷം, വലിയ വിഭാഗം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. വലിയ സന്തോഷം. ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ മറുപടി പറയുമ്പോഴൊക്കെ ഒരു മിതത്വം താങ്കൾ പാലിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ജനങ്ങൾ കാണുന്നുണ്ട്. താങ്കളുടെ ആ ഒരു മിതമായിട്ടുള്ളൊരു പെരുമാറ്റം അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? മിതമായി പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതിനപ്പുറം ഞാൻ അത്ര അഗ്രസീവായി സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നിയില്ല. മറ്റൊന്ന്, നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ബോധ്യങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. വളരെ പണ്ട് കുറച്ച് രാഷ്ട്രീയത്തിലുള്ള ആളുകൾ, പ്രമുഖരായ ആളുകൾ വായിച്ചോ കേട്ടോ അറിവ്, ലോക വിവരങ്ങളുള്ളവരൊക്കെ ജംഗ്ഷനിൽ നിന്നൊക്കെ പ്രസംഗിച്ചിട്ട് പലതും നമ്മൾ പുതിയ അറിവുകളായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ഇന്നങ്ങനെ നമുക്കൊരു പുതിയ അറിവ് അവർക്ക് കൊടുക്കാനില്ല. നടന്ന ഏത് കാര്യവും ആ നിമിഷം എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാനിനി വീണ്ടും അതിനെ എടുത്ത് പറയേണ്ടെന്ന് ഓർത്തതിനെയാണ് മിതത്വം എന്ന വാക്കുപയോഗിച്ച ആളുകൾ പറയുന്നതെന്ന് തോന്നുന്നു. ഈ കേരളം മൊത്തം ഒരു UDF തരംഗമാണ്. ആ തരംഗം പാലക്കാടുമുണ്ട്. അതിൽ എത്ര സന്തോഷമുണ്ട്? വലിയ സന്തോഷമുണ്ട്. അത് ജനങ്ങളെ ഓരോ ഗവൺമെൻറ്റും മനസ്സിലാക്കണം. ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചന കാണിച്ച തെരഞ്ഞെടുപ്പ് ഫലമാണ്. താങ്ക് യു. തീർച്ചയായിട്ടും അത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ടാണ് നിയുക്ത MLA പാലക്കാടിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.